നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. കണ്ണൂരിലെ BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. 10ാം പ്രതി നാഗത്താൻ കോട്ട പ്രകാശിനെ വെറുതെ വിട്ടു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച. സൂരജിനെ CPIM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് 2005 ഓഗസ്റ്റ് 7-ന്. ആശാപ്രവർത്തകരുടെ സമരം സബ്മിഷനായി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് VD സതീശൻ. സമരക്കാർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് മന്ത്രി MP രാജേഷ്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ നിരാഹാര സമരം തുടരുന്നു. ആശമാർക്ക് ലഭിക്കേണ്ട ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചു. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്നാണ് ആശമാർ ആവശ്യപ്പെടുന്നത്. ഡൽഹി യാത്രയിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് ഡൽഹിയിൽ വന്നതെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി. അപ്പോയിന്റ്മെന്റ് ലഭിച്ചാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്നാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ കാണുമെന്ന് പറഞ്ഞില്ല. ആശമാരുടെ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വന്ന് കാണുമെന്നും വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയത് ആശാവർക്കർമാർക്ക് വേണ്ടി എന്ന കള്ളപ്രചാരണം അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി VV മുരളീധരൻ. പൊതുപ്രവർത്തനത്തിൽ പാലിക്കേണ്ട മിനിമം സത്യസന്ധത വീണ ജോർജ് കാണിക്കണം. ക്യൂബൻ സംഘത്തെ കാണാനാണ് മന്ത്രി ഡൽഹിയിൽ പോയത് എന്നും അതിന്റെ ചെലവ് ആശമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുതെന്നും VV മുരളീധരൻ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കർശനമായി നിയന്ത്രിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തമാക്കും. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശൂർ ജില്ലകളിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കാരണം മരണങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവറെ വെടിവെച്ചു കൊന്നത് വ്യക്തിവൈരാഗ്യം മൂലമെന്ന് FIR. പ്രതി സന്തോഷും മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയും തമ്മിൽ സൗഹൃദം തുടരാൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും FIR. കൊലക്കുപയോഗിച്ച തോക്കിനായി തിരച്ചിൽ തുടരുകയാണ്. കോഴിക്കോട് നാദാപുരത്ത് +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. MIM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ച +2 വിദ്യാർത്ഥികൾക്ക് പോലീസ് നോട്ടീസ് അയക്കും. നിലവിൽ പോലീസ് കേസെടുത്ത 4 വിദ്യാർത്ഥികൾക്കാണ് നോട്ടീസ് അയക്കുക. എറണാകുളം കുറുപ്പംപടി പീഡനത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയെന്ന് പ്രതി ധനേഷിന്റെ അമ്മയെ കസ്റ്റഡിയിലെടുത്തത് പോലീസ്. നിലവിൽ പെൺകുട്ടികളെ CWC അഭയകേന്ദ്രത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇരുവർക്കും കൗൺസിലിംഗ് നൽകുമെന്ന് CWC അറിയിച്ചു. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്നു. കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്താണ് കവർച്ച നടന്നത്. ആനക്കുഴിക്കര സ്വദേശിയുടെ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആനക്കുഴിക്കര സ്വദേശി PM റഹീസിന്റെ വാഗണർ കാറിൽ നിന്നാണ് പണം കവർന്നത്. ആലപ്പുഴ മാന്നാറിൽ യുവാവിന്റെ വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. മാന്നാർ സ്വദേശിയായ ജോർജി ഫ്രാൻസിസ്, തൻസീർ എന്നിവരെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മാന്നാർ സ്വദേശിയായ രജിത്തിനാണ് മർദ്ദനമേറ്റത്. ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് KSEB ജീവനക്കാർ ജീവനൊടുക്കിയ നിലയിൽ ചുള്ളിമാനൂർ സ്വദേശി മുഹമ്മദ് ഷമീമിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോത്തൻകോട് KSEB ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 21 ചാക്ക് ഓലപ്പടക്കം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ സുന്ദരാക്ഷന്റെ വീട്ടുപറമ്പിലെ പുരയിലാണ് ചാക്കുകളായി പടക്കം സൂക്ഷിച്ചിരുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് സുന്ദരാക്ഷൻ ഓലപ്പടക്കം സൂക്ഷിച്ചത്. സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വെള്ളറടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചു 2 പേർക്ക് പരിക്ക്. കിളിയൂർ സ്വദേശി കാശിനാഥൻ, പൊന്നമ്പി സ്വദേശി ഉണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. വാഹനത്തിനെ മറികടക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വളഞ്ഞ വട്ടം സ്വദേശി സക്കറിയാണ് മരിച്ചത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു.
എറണാകുളത്ത് SRM റോഡിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനെ കാറിന്റെ ബോണറ്റ് മുകളിൽ കിടത്തി 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചു. 4 യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. കോഴിക്കോട് ഫറൂഖ് നഗരസഭയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ നഗരസഭാ ജീവനക്കാരനെ വിജിലൻസ് പിടികൂടി. ക്ലീൻ സിറ്റി മാനേജർ VK രാജീവിനെയാണ് വിജിലൻസ് പിടികൂടിയത്. മിനറൽ വാട്ടർ ഏജൻസി തുടങ്ങാനുള്ള ലൈസൻസ് ശരിയാക്കി നൽകണമെന്ന് പറഞ്ഞാണ് VK രാജീവൻ പണം വാങ്ങിയത്. തിരുവനന്തപുരം കാട്ടാക്കട മയിലാടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിൽ തീപിടുത്തം. രാത്രി 12 മണിയോടെയാണ് സംഭവം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ കുണ്ടായിയിൽ പുലി പശുക്കുട്ടിയെ ആക്രമിച്ചു. 4 മാസം പ്രായമായ പശുക്കുട്ടിയുടെ കഴുത്തിന് പരിക്കേറ്റു. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകർ എത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പശുക്കുട്ടിയുടെ കഴുത്തിലെ മുറിവുകൾ പരിശോധിച്ചതിൽ പുലിയാണ് ആക്രമിച്ചതെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. 2 മാസം മുൻപ് ഇതേ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. വാർഡ് മെമ്പർ ഷീല ശിവരാമന്റെ പശുക്കുട്ടിയാണ് പുലി ആക്രമിച്ചത്. തൃശൂർ പാവറട്ടി വിളക്കുപാടത്ത് കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം. ദേവസൂര്യ കലാവേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നി കൃഷി നശിപ്പിച്ചത്. സംഭവത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിച്ചു. കൃഷി നശിപ്പിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കണമെന്ന് ആവശ്യമുയർന്നു. തൃശൂരിൽ വിസ തട്ടിപ്പിൽ 2 പേർ അറസ്റ്റിൽ. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറവല്ലൂർ സ്വദേശിയായ യൂസഫ് അലി, മാടക്കത്താർ സ്വദേശി ഷമീർ, സോനു എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലം ചടയമംഗലത്തെ 71-കാരിയുടെ 4.5 പവന്റെ സ്വർണ്ണമാല വീട്ടിൽ കയറി മോഷണം നടത്തിയ ഓട്ടോ ഡ്രൈവറെ മണിക്കൂറുകൾക്കുള്ളിൽ ചടയമംഗലം പോലീസ് പിടികൂടി. മുരുക്കുമൺ സ്വദേശി പ്രദീപാണ് പിടിയിലായത്. വ്യാഴാഴ്ച പൊതിച്ചോറ് വീടിനുള്ളിൽ കൊണ്ടുവച്ച ശേഷം ഓമനയുടെ കഴുത്തിൽ കിടന്ന 4.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലത്ത് നിരോധിത ഗുളികകളുമായി യുവാവ് പിടിയിൽ. ബീച്ച് സ്വദേശി രാജീവാണ് പിടിയിലായത്. മുണ്ടക്കൽ കൊണ്ടേയത്ത് പാലത്തിന് സമീപത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ വീട്ടിൽ നിന്നും അർബുദത്തിന് ഉപയോഗിക്കുന്ന വേദന സംഹാരി 380 ടൈഡോൾ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 39 എന്നിവ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. കണ്ണൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. 195 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പ്രതി പിടിയിൽ. മരുതായി പയ്യപ്പറമ്പ് സ്വദേശി K നിഷാദാണ് മട്ടന്നൂർ പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവ് കൈവശം സൂക്ഷിച്ച് വിൽപ്പന നടത്തി വന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. പനങ്ങോല സ്വദേശി R വിപിൻ, ഐരുപ്പാറ സ്വദേശി S ഹാഷിം എന്നിവരാണ് പിടിയിലായത്. നെടുമങ്ങാട് മേഖലയിലാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നത്. തൃശൂർ ചേറ്റുവയിൽ കക്കയിറച്ചി വിൽപ്പനയുടെ മറവിൽ ഹാഷിഷ് ഓയിൽ വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. ഏങ്ങണ്ടിയൂർ സ്വദേശി അഖിലാണ് പിടിയിലായത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ വടനപ്പള്ളി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. 66 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രധാന പ്രതി ബാംഗ്ലൂരിൽ നിന്നും പിടിയിലായി. 2022 കേസിനാസ്പദ സംഭവം നടന്നത്. 2ാം പ്രതി ജോമോനെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. വാഹനത്തിന്റെ രഹസ്യ അറിയിലാണ് കേരളത്തിലേക്ക് കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. തൃശൂർ മണലൂർ ഗവൺമെന്റ് ITI യൂണിയൻ ആർട്സ് ഫെസ്റ്റ് റഫ്ക 2025 സംഘടിപ്പിച്ചു. പരിപാടി പ്രശസ്ത സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ അദ്വൈത് PK അധ്യക്ഷനായി. തൃശൂർ അന്തിക്കാട് ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്നിരുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ പപ്പുവിൽ നിന്നാണ് കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിന് സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായി 145 പാക്കറ്റ് ഷിക്കാർ പിടികൂടി. തൃശൂർ വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിൽ പിതാവിനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. തിരുത്തിപ്പറമ്പ് സ്വദേശി രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. മയക്കുമരുന്നിന് പണം കണ്ടെത്താനായി ബൈക്കുകൾ മോഷ്ടിച്ച് പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന 2 പ്രതികൾ അറസ്റ്റിൽ. കേരളത്തിലെ 10 ജില്ലകളിൽ കവർച്ച നടത്തിയ മലപ്പുറം പരപ്പനങ്ങാട് സ്വദേശി റസൽ ജാസി, അഖീബ് ഹാഷിഖ് എന്നിവരാണ് കോഴിക്കോട് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പിൽ കവർച്ച നടത്തി കോഴിക്കോട് പുതിയ കവർച്ച ലക്ഷ്യമിട്ടെത്തിയതായിരുന്നു പ്രതികൾ.
തൃശൂർ വരന്തരപ്പള്ളിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം തട്ടിയ 3 അംഗ സംഘം റിമാൻഡിൽ. മണ്ണമ്പേട്ട സ്വദേശി ഷിൻഡോയുടെ പരാതിയിലാണ് മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റാഫി, അബ്ദുൽ ഗഫൂർ എന്നിവരെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. പ്രതികൾ വയനാട്ടിലുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതനുസരിച്ചാണ് പോലീസ് ഇവരെ പിടികൂടിയത്. കൊല്ലം കുണ്ടറയിൽ പോലീസ് ഇൻസ്പെക്ടർ എന്ന വ്യാജേന കടയിലെത്തി പണം കവർന്നയാൾ പിടിയിൽ. കിഴക്കേ കല്ലട സ്വദേശി ജോൺസണാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. പെരുമ്പുഴയിൽ പലചരക്ക് വ്യാപാരം നടത്തി വന്നിരുന്ന അബ്ദുൾ കലാമിന്റെ നാഷണൽ സ്റ്റോറിലാണ് മോഷണം നടന്നത്. മാർച്ച് 18-നായിരുന്നു സംഭവം. തൃശൂരിൽ ജില്ലാ ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് വിന്നർ എന്ന മുഖ്യമന്ത്രി ആദരിച്ചു. മലപ്പാട് കരയാമുട്ടം സ്വദേശിയായ അഫ്രിൻ ഫാത്തിമയെയാണ് മുഖ്യമന്ത്രി ആദരിച്ചത്. ആദരവ് ചടങ്ങ് നടന്നത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച്. ഡൽഹി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണക്കാരെത്തിയ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരാണ് പണം കണ്ടെടുത്തത്. തീ അണച്ച ശേഷം നാശനഷ്ടം കണക്കാക്കുന്നതിനിടെയാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. കർണാടക മൽപ്പയിൽ ബോട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള മീൻ മോഷ്ടിച്ചുവെന്നാരോപിച്ച് സ്ത്രീയെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൽപ്പ സ്വദേശികളായ ലക്ഷ്മിഭായ്, സുന്ദർ, ശില്പ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് വിജയപുര സ്വദേശിനിയായ സ്ത്രീയെ അതിക്രമത്തിനിരയായി. ഗാസയിലെങ്ങും ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുന്നു. വീടുകൾക്ക് നേരെയുണ്ടായ ബോംബാക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 85 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 133 പേർക്ക് പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായ 100 കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഹമാസ് ബന്ധം ആരോപിച്ച ഇന്ത്യൻ വിദ്യാർത്ഥിയെ നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം US കോടതി തടഞ്ഞു. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥി ബദൽ ഖാൻ സൂരിയുടെ നാടുകടത്തലാണ് വിർജീനിയ കോടതി സ്റ്റേ ചെയ്ത്. അന്തിമ ഉത്തരവുണ്ടാകുന്നവരെ ബദൽ ഖാനെതിരെ നടപടി പാടില്ലെന്ന് ജഡ്ജി പട്രീഷ്യ ടോളിവർ ഉത്തരവിട്ടു. ഹമാസ് അനുകൂല പ്രചരണം നടത്തിയെന്നാണ് ബദൽ ഖാനെതിരായ ആരോപണം. അമേരിക്കയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അടച്ചുപൂട്ടാനുള്ള നടപടിക്ക് തുടക്കമിട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചു. പൊതുവിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഉത്തരവ്. കനേഡിയൻ പൗരന്മാരെ ചൈനയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് നിയമാനുസൃതമാണെന്ന് ചൈന. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് കനേഡിയൻ പൗരന്മാർക്കെതിരെ വധശിക്ഷ നടപ്പാക്കിയത്. ലഹരി മരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങൾ സമൂഹത്തിന് അത്യന്തം ഹാനികരവുമായ കുറ്റകൃത്യമായാണ് ലോകമെമ്പാടും കണക്കാക്കുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. തുടർച്ചയായി 8ാം വർഷവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഫിൻലൻഡ് ഒന്നാമത്. ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വെൽബീയിങ് റിസർച്ച് സെന്ററിൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണിത്. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നിവയാണ് തൊട്ടുപിന്നിൽ. കഴിഞ്ഞ തവണത്തെ 126-ൽ നിന്ന് ഇന്ത്യ 118-ാമതെത്തി. 2022-ൽ നേടിയ 94-ാം സ്ഥാനമാണ് ഇന്ത്യയുടെ മികച്ച സ്കോർ. തൃശൂർ നാട്ടികയിൽ കടലിൽ മത്സ്യക്കുറവ് മൂലം ചെറുവഞ്ചികളും വള്ളങ്ങളും ഇറക്കാൻ കഴിയാതെ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. ഏതാനും ചെറുവള്ളങ്ങൾ മാത്രമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ മത്സ്യങ്ങളുമാണ്. ചെറുവള്ളങ്ങളും വഞ്ചികളും കരയിൽ തന്നെ കയറ്റിവെച്ചിരുന്നു. കണ്ണൂർ അഴീക്കോട് നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 ബോട്ടുകൾക്ക് ഫിഷറീസ് വകുപ്പ് പിഴ ചുമത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മൂലം നിരോധിച്ച കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയതിനെതിരെയാണ് കേസ്. തൃശൂർ അരിമ്പൂരിൽ കൈപ്പിള്ളിയിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിൽ റംസാൻ നോമ്പുതുറ സംഘടിപ്പിച്ചു. അങ്കണവാടിയുടെ വയോജന ക്ലബും സപ്പോർട്ടിംഗ് കമ്മിറ്റിയും സംയുക്തമായാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം നേടിയ KV സിരാവുണ്ണി, ഹ്രസ്വചിത്ര സംവിധായകൻ അനിൽ പരക്കാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ കാഞ്ഞാണിയിൽ 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ ആക്സിന്റെ 18ാം ബ്രാഞ്ച് കാഞ്ഞാടിയിൽ ആരംഭിച്ചു. ആക്സ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും ഈ മാസം 23-ന് നടക്കുമെന്ന് ആക്സ് കാഞ്ഞാണി ബ്രാഞ്ച് മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആക്സ് ജനറൽ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാലിങ്കര SNLMI
MT എഞ്ചിനീയറിംഗ് കോളേജിലെ ആന്റി നർക്കോട്ടിക് ക്ലബ് കർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ P. ആത്മാറാം അധ്യക്ഷത വഹിച്ച ചടങ്ങ് എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TM മഞ്ജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മലപ്പുറം വളാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള കാരാട് കടുക്കാപ്പരുത്തി റോഡിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡ് നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലറുമായ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. 4,42,000 രൂപ ചെലവഴിച്ച് 94 മീറ്റർ നീളവും 1.20 മീറ്റർ വീതിയുമായാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. ആലപ്പുഴ കൈനക്കരി സെന്റ് മേരീസ് LP സ്കൂളിൽ പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു. ശലഭം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കൈനക്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികൾക്ക് കാവ്യോത്സവം എന്ന പേരിൽ തയ്യാറാക്കി കവിതാ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെ കോതായി തോടിന്റെ ഉദ്ഘാടനം നടന്നു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നീർച്ചാലുകൾ നവീകരിച്ചത്. ബീന സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ശ്രീ സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക ഡൗൺ സിൻഡ്രോം ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂരിലെ അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അസുഖബാധിതർക്ക് ഐക്യദാർഢ്യവുമായി മനുഷ്യച്ചങ്ങല തീർത്തു. തൃശൂർ വെങ്ങിണിശ്ശേരിയിൽ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ പൊതുപ്രവർത്തകയും അധ്യാപികയുമായ ബിന്ദു കിഷോർ ദിനാചരണ സന്ദേശം നൽകി. തൃശൂർ അടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിരുന്ന് PTA പ്രസിഡന്റ് RH ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ PM സബുറ അധ്യക്ഷനായ സംഗമത്തിൽ സ്കൂളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർ മുഴുവനും പങ്കെടുത്തു. തൃശൂർ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് റോഡ് പാർപ്പിട കുടിവെള്ള മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 2025-26 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ് കുട്ടികളുടെ ബജറ്റ് അവതരിപ്പിച്ചു. തൃശൂർ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിന് പരിഗണന നൽകുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരനാണ് അവതരിപ്പിച്ചത്. ആരോഗ്യ മേഖല, കാർഷിക മേഖല, മൃഗസംരക്ഷണം, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനും ജലസംരക്ഷണത്തിനും ആവശ്യമായ തുക നീക്കിവച്ചിട്ടുണ്ട്. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അവതരിപ്പിച്ചു. കാർഷിക മൃഗസംരക്ഷണ മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് ബജറ്റ്. പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ വൃദ്ധസദനത്തിന് അധിക സൗകര്യമൊരുക്കൽ എന്ന പദ്ധതി പ്രകാരം ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു. പുലിപ്പാറ പനങ്ങോട്ടല സ്നേഹാലയത്തിലേക്ക് കട്ടിൽ, കസേര, കിടക്ക എന്നിവ നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ അന്തേവാസികൾക്ക് കൈമാറി. വൃദ്ധസദനത്തിൽ നെയിം ബോർഡും സ്ഥാപിച്ചു. കോഴിക്കോട് ചെളന്നൂരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലത്ത് യൂണിറ്റ് ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു. സായാഹ്ന സംഗമത്തിന്റെ ഉദ്ഘാടനം ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് K. രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചേളന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ സന്തോഷ് ചെറുവോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പുഴ പാണ്ടനാട്ടിൽ ലഹരി വിരുദ്ധ റാലിയും പുകയില വിമുക്ത ക്യാമ്പയിനും നടത്തി. സ്വാമി വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുകയില വിമുക്ത വിദ്യാലയ പ്രഖ്യാപനം, ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രദർശനം, റാലി എന്നിവ നടത്തും. യോഗത്തിന്റെ ഉദ്ഘാടനവും ലഹരി മുക്ത വിദ്യാലയ പ്രഖ്യാപനവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മനോജ് കുമാർ നിർവഹിച്ചു. തൃശൂർ കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. 2025 മാർച്ച് 31 കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് പദയാത്ര സംഘടിപ്പിച്ചത്. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ക്യാപ്റ്റനായിട്ടുള്ള ജാഥ തൃശൂർ ജില്ലാ നവകേരള ശുചിത്വ മിഷൻ ഡയറക്ടർ ദ്വിതീയ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പൊതുജനാരോഗ്യത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തൃശൂർ ജനറൽ ആശുപത്രി അങ്കണത്തിൽ ചേർന്ന യോഗം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും ജനറൽ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചത്.
അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും.